ഹായ് പാർട്ട്നേഴ്സ്, 3 നോൺ റെസിഡൻറ്റ് പാർട്ട്ണർമാർ ചേർന്ന് ഒരു ജനറൽ പാർട്ണർഷിപ്പ് കമ്പനി തുടങ്ങിയാൽ സൗദി ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് ആരാണ്? കമ്പനിയാണോ അതോ ഓരോരുത്തരുമാണോ? ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, സൗദി ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾസ് 36 പറയുന്നത് ടാക്സ് ചുമത്തുന്നത് പാർട്ണർഷിപ്പ് കമ്പനികളുടെ മുകളിലല്ല, മറിച്ച് അതിലെ പാർട്ണർമാരുടെ മുകളിലാണ് എന്നുള്ളതാണ്. ഇതിനെ പാസ് ത്രൂ ടാക്സേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് ഒരു റോളുമില്ലേ? ഉണ്ട്. പാർട്ണർഷിപ്പ് കമ്പനി ഒരു ഇൻഫർമേഷൻ ഡിക്ലറേഷൻ സാഡ്കയിൽ ഫയൽ ചെയ്യണം. ആ വർഷത്തെ കമ്പനിയുടെ ആകെ വരുമാനം, ലാഭം, നഷ്ടം, ചെലവുകൾ എന്നിവയെല്ലാം കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്. ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ പാർട്ണർഷിപ്പ് കമ്പനിക്ക് ഈ വർഷം 3 ലക്ഷം റിയാൽ ലാഭം അഥവാ ടാക്സിബിൾ ഇൻകം കിട്ടിയെന്ന് കരുതുക. കമ്പനിയിൽ 3 പാർട്ണർമാരാണുള്ളത്. എല്ലാവർക്കും തുല്യ ഷെയറുമാണ്. ആദ്യം കമ്പനി 3 ലക്ഷം റിയാൽ ലാഭം കാണിച്ചുകൊണ്ട് ഒരു ഇൻഫർമേഷൻ ഡിക്ലറേഷൻ ഫയൽ ചെയ്യും. കമ്പനി സ്വന്തമായി ടാക്സ് അടക്കില്ല. 2, ഈ 3 ലക്ഷം ലാഭം പാർട്ണർമാർക്ക് അവരുടെ ഷെയർ അനുസരിച്ച് വീതിക്കപ്പെടും. അതായത് ഓരോ പാർട്ണർമാർക്കും ഓരോ ലക്ഷം റിയാൽ വീതം. 3, ഇനി ഓരോ പാർട്ണറും അവരുടെ സ്വന്തം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ 1 ലക്ഷം റിയാൽ അവരുടെ വരുമാനമായി കാണിക്കുകയും അതിന്റെ 20% ടാക്സ്, അതായത് 20,000 റിയാൽ അടക്കുകയും വേണം. അതായത് ലാഭം കമ്പനിയിൽ നിന്ന് പാർട്ട്ണർമാരിലേക്ക് പാസ് ചെയ്യുന്നു. എന്നാൽ കമ്പനിയുടെ അക്കൗണ്ടിംഗ് രീതി, ക്യാഷ് വേണോ അക്രൂവൽ വേണോ എന്നതും ടാക്സബിൾ ഇയർ ഏത് വേണമെന്നതുമൊക്കെ തീരുമാനിക്കുന്നത് കമ്പനി തന്നെയാണ്, അല്ലാതെ ഓരോ പാർട്ണർമാരും വെവ്വേറെയല്ല. ഒരു എക്സംഷൻ ഉണ്ട്. ലിമിറ്റഡ് പാർട്ണർഷിപ്പുകളിൽ മാനേജ്മെന്റിൽ ഇടപെടാത്ത ലിമിറ്റഡ് പാർട്ണർമാരെ കണക്കാക്കുന്നത് ഒരു ക്യാപിറ്റൽ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരെ പോലെയാണ്. ഇത് മറക്കരുത്. ഇനി ഇൻകം ടാക്സ് റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, ആർക്കെല്ലാമാണ് ബാധ്യത വരുന്നത് എന്നത് പറയാം. അടുത്ത വീഡിയോയിൽ കാണാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്യുറേറ്റ്.